പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 95-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: വിപുലതയാർന്ന വിനോദ വിദ്യ മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളിവളിങ്ങവതീർണയായിടും തൻ അവയവം അണ്ഡകടാഹ കോടിയാകും. വിപുലതയാർന്ന വിനോദവിദ്യ മായാവ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളിങ്ങ് അവതീർണയായിടും തൻ അവയവം അണ്ഡകടാഹ കോടിയാകും. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. വിപുലതയാർന്ന, ആദ്യന്തങ്ങളില്ലാത്ത തരത്തിൽ വിസ്തൃതമായ വിനോദവിദ്യ, വിനോദത്തിനുള്ള ഒരു വഴി മാത്രമാണ് ഈ പ്രപഞ്ച പ്രതിഭാസം. മായാവ്യവഹിതയായി, മായയിൽ ഉൾച്ചേർന്ന് വിലസുന്ന, വിലാസം ചെയ്യുന്ന വിശ്വവീര്യം, വിശ്വരൂപമാണ് ഇവൾ. ഇവൾ ഇങ്ങ്, ഈ വിശ്വവീര്യം ഇവിടെ പ്രപഞ്ചരൂപത്തിൽ അവതീർണയായി തീരുന്നു. തൻ അവയവം, ഈ വിശ്വവീര്യം ശരീരം പൂണ്ടതാണ്. അണ്ഡകടാഹ കോടിയാകും, ഈ അണ്ഡകടാഹ കോടിയായ വിശ്വം മുഴുവൻ. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ആദ്യന്തങ്ങളില്ലാത്ത തരത്തിൽ വിസ്തൃതമായ വിനോദത്തിനുള്ള ഒരു വഴി മാത്രമാണ് ഈ പ്രപഞ്ച പ്രതിഭാസം. മായയിൽ ഉൾച്ചേർന്ന് വിലാസം ചെയ്യുന്ന വിശ്വവീര്യമാണ് ഇവൾ. ഈ വിശ്വവീര്യം ഇവിടെ പ്രപഞ്ചരൂപത്തിൽ അവതീർണയായി തീരുന്നു. ഈ വിശ്വവീര്യം ശരീരം പൂണ്ടതാണ് ഈ അണ്ഡകടാഹ കോടിയായ വിശ്വം മുഴുവൻ. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്കൊന്ന് കടക്കാം. ആത്മാവ് അതിരറ്റതാണ്, അതിവിപുലമാണ്. അത് ആനന്ദ സ്വരൂപമായതിനാൽ സ്വയം വിനോദിക്കാനുള്ള ത്വരയും അതിൻ്റെ ഉണ്മയിലുള്ളതാണ്. ആ ത്വര സദാ ഉണർന്നിരിക്കും. സ്വയം വിനോദിക്കാനുള്ള ഏർപ്പാടും തന്നിൽ തന്നെ ഉണ്ടാകുന്നു. അവിടെയാണ് തൻ്റെ ചിത് രൂപം പ്രവർത്തിക്കുന്നത്. അതാണ് വിദ്യ. ഇങ്ങനെ ആത്മാവ് സ്വയം പ്രവൃത്തി നിരതമായി തീരുന്ന സ്വഭാവത്തെയാണ് മായ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് തിരിച്ചും പറയാം. അപ്പോൾ മായയിലാണ് ആത്മാവിൽ വിശ്വം ഉള്ളതുപോലെയായി തീരുന്നതെന്നും വരാം. വിശ്വത്തെ വെളിപ്പെടുത്തി കാണിക്കത്തക്കവണ്ണം ആത്മാവിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ശക്തിയെ ഇവിടെ വിശ്വവീര്യം എന്ന് വിളിക്കുന്നു. ഈ വിശ്വവീര്യം അനിർവചനീയമാണ്, മായയിൽ നിന്നു വേർതിരിക്കാനാവാത്തതാണ്. എല്ലാം ഒരു മായയുടെ ലീലയാണ്. ഈ വിശ്വവീര്യം ആത്മാവിലെ വിനോദവിദ്യ തന്നെയാണ്. ഈ മായയെ ഒരു സ്ത്രീയായി സങ്കല്പിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ സ്വാമി തൃപാദങ്ങൾ. എല്ലാറ്റിനെയും പെറുന്നത് അമ്മമാരാണല്ലോ. വിശ്വത്തെ പിറന്ന വിശ്വവീര്യത്തെ അതുകൊണ്ട് ഇവളെന്ന് വിളിച്ചു പോരുന്നു. ഇവൾ അടങ്ങിയിരിക്കുന്നവളല്ല, സദാ അവതരിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇങ്ങനെ അവതീർണയായി തീരുന്ന വിശ്വവീര്യത്തിൻ്റെ ശരീരമാണ് അണ്ഡകടാഹ കോടി. അതിലൊരു ബിന്ദുവാണ് ഞാൻ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 95-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.